കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ആൻസർ ഓപ്ഷൻ ബി, രണ്ടു മാത്രം. ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായി എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഗേദ, മീററ്റ്, ചമ്പാരൻ, ഹോം റൂൾ സമരം. ആൻസർ ഓപ്ഷൻ ബി, 1ഉം 3ഉം. ഗേദ സമരം, ചമ്പാരൻ സമരം എന്നിവയാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ. ആൻസർ ഓപ്ഷൻ എ, 1ഉം 2ഉം. മൗണ്ട് ബാറ്റൻ പ്രഭു, എർവിൻ പ്രഭു എന്നിവരാണ് ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതായിരുന്ന വ്യക്തികൾ. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത്? 1798 നടപ്പാക്കിയത്. കേഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. ആൻസർ ഓപ്ഷൻ ബി, രണ്ടു മാത്രം. കേഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ. മൗലാന മുഹമ്മദ് അലി, മുഹമ്മദ് അലി ജിന്ന, സലീം അലി, മൗലാന ഷൗക്കത്ത് അലി. ആൻസർ ഓപ്ഷൻ സി, 1ഉം 4ഉം. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരാണ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ട പേരുകൾ. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി, അയർലൻഡ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം. ആൻസർ ഓപ്ഷൻ ബി, മണിപ്പൂർ. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി. ആൻസർ ഓപ്ഷൻ ബി, രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ സി, രാജസ്ഥാൻ. താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് ആർക്ക്? ആൻസർ ഓപ്ഷൻ സി, പാർലമെന്റിന്. താഴെ കൊടുക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? വൈക്കം സത്യാഗ്രഹം, ടി കെ മാധവൻ. പാലിയം സത്യാഗ്രഹം, വക്കം അബ്ദുൽ ഖാദർ. ഗുരുവായൂർ സത്യാഗ്രഹം, കെ കേളപ്പൻ. ആൻസർ ഓപ്ഷൻ ബി, രണ്ടു മാത്രം. പാലിയം സത്യാഗ്രഹം, വക്കം അബ്ദുൽ ഖാദർ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ? വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം, അഭിനവ കേരളം, ആദിഭാഷ. ആൻസർ ഓപ്ഷൻ എ, 1ഉം 4ഉം. ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? കോവിലകത്തും വാതുക്കൽ, തൃശൂർ പൂരം ആരംഭിച്ചു, കുളച്ചിൽ യുദ്ധം നടന്നു, കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു. ആൻസർ ഓപ്ഷൻ ഡി, 1ഉം 2ഉം 4ഉം. കോവിലകത്തും വാതുക്കൽ, തൃശൂർ പൂരം ആരംഭിച്ചു, കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു എന്നിവയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, വൈകുണ്ഠസ്വാമി. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം 1721 ഇത് നടന്നത്. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്. ആൻസർ ഓപ്ഷൻ സി, 4 മാത്രം. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം. ആൻസർ ഓപ്ഷൻ ഡി, ഫ്രാൻസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ല. ആൻസർ ഓപ്ഷൻ ബി, ഇടുക്കി. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി, ബാർലി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്ന്? ആൻസർ ഓപ്ഷൻ എ, 1998 മെയ് 17. 2021 വായനാ ദിനത്തിനോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം. ആൻസർ ഓപ്ഷൻ ഡി, പെരുംകുളം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ആൻസർ ഓപ്ഷൻ സി, 101 ഭേദഗതി. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ MS സ്വാമിനാഥൻ. 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. ആൻസർ ഓപ്ഷൻ ബി, NK സിംഗ്.
താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രി. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി PC മഹലനോബിസ്. ആൻസർ ഓപ്ഷൻ ബി 1, 2, 3, 4. ഈ 4 പോയിന്റ്സും ശരിയാണ്. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? ആൻസർ ഓപ്ഷൻ ബി കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ? ആൻസർ ഓപ്ഷൻ സി കണ്ടൽ വനങ്ങൾ. ഫ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി? ആൻസർ ഓപ്ഷൻ സി നർമ്മദ. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി ഗംഗയും ബ്രഹ്മപുത്രയും. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ആൻസർ ഓപ്ഷൻ സി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ അസാം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല? ആൻസർ ഓപ്ഷൻ ഡി മലപ്പുറം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ? ആൻസർ ഓപ്ഷൻ എ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത? ആൻസർ ഓപ്ഷൻ സി NH 744. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം? ആൻസർ ഓപ്ഷൻ ബി വയനാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ഡി പാലക്കാട്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഇടുക്കി. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം? ആൻസർ ഓപ്ഷൻ ബി നൂറനാട്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല? ആൻസർ ഓപ്ഷൻ എ കണ്ണൂർ. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏത്? ആൻസർ ഓപ്ഷൻ സി വെള്ളായണി കായൽ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി കുമളി. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ എ ആലുവ. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി മേപ്പാടി. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി? ആൻസർ ഓപ്ഷൻ എ അയണോസ്ഫിയർ. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി പ്രധാനമന്ത്രി. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ? ആൻസർ ഓപ്ഷൻ സി 1098. വിത്തും കൈകൊട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? ആൻസർ ഓപ്ഷൻ സി വയലോപ്പള്ളി ശ്രീധരമേനോൻ. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ജൂൾ. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി തെലുങ്കാന. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്? ആൻസർ ഓപ്ഷൻ ബി രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടക്കം. ഇന്ത്യൻ എയർഫോഴ്സിനു വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ? ആൻസർ ഓപ്ഷൻ എ പ്രചന്ദ്. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി? ആൻസർ ഓപ്ഷൻ സി നൂറുമേനി. വൈറ്റമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ സ്റ്റേപ്പീസ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി മണ്ണുത്തി. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി? ആൻസർ ഓപ്ഷൻ എ തെന്മല.
നെഫ്രൈറ്റിക്സ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി വൃക്ക. 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി സാന്തേ പെബോ. കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ എ മധ്യപ്രദേശ്. രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ പിണ്ഡം. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി ആറ്റോമിക നമ്പർ. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കറിയുടെ അയിര് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സിന്നബാർ. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നവയിൽ ഏത് കാരണം കൊണ്ടാണ്? ആൻസർ ഓപ്ഷൻ ബി മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ട്. ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്? താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ്? ആൻസർ ഓപ്ഷൻ സി ജഡത്വം. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കേരള ഹൈക്കോടതി. സൂര്യന്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ പേര് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആദിത്യ L1. കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം? ആൻസർ ഓപ്ഷൻ എ 8. പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്? ആൻസർ ഓപ്ഷൻ ബി ബ്രോങ്കൈറ്റിസ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ജനീവ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ആൻസർ ഓപ്ഷൻ സി കരൾ. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ ബി തലയോട്ടിയിലെ സന്ധി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി വൃക്ക. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏത്? ആൻസർ ഓപ്ഷൻ ബി മനുഷ്യൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി വീണ ജോർജ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏത്? ആൻസർ ഓപ്ഷൻ ഡി വൈറ്റമിൻ ബി. മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി? ആൻസർ ഓപ്ഷൻ എ താലോലം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം? ആൻസർ ഓപ്ഷൻ ബി 206. ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം? ആൻസർ ഓപ്ഷൻ എ ബ്ലഡ് പ്രഷർ. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏത്? ആൻസർ ഓപ്ഷൻ ബി വൈറസ്. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? ആൻസർ ഓപ്ഷൻ എ ബാക്ടീരിയ.